തിരുവനന്തപുരത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം. ചെമ്പഴന്തി വാർഡിൽ പിണക്കോട്ടുകോണം, മേനലൂർ മേഖലകളിൽ കുടിവെള്ളം കിട്ടാതായിട്ട് ദിവസങ്ങളായി. തിരുവോണ ദിവസം പോലും ഈ ഭാഗത്ത് വെള്ളം വന്നില്ല. ടാങ്കർ ലോറി വെള്ളം എത്തിക്കാൻ വാട്ടർ അതോറിറ്റിയോ കോർപ്പറേഷനോ തയ്യാറായില്ല. ലക്ഷം വീട്, ഉന്നതി ഉൾപ്പെടെയുള്ള പാവങ്ങൾ താമസിക്കുന്ന മേഖലകളിലാണ് രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ ഫ്ളാറ്റുകൾക്കും വിഐപികളുടെ വീടുകളിലും 24 മണിക്കൂറും വെള്ളം കൊടുക്കുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ വിവേചനം. TV പ്രസാദ് സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. പാവങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ സാറേ എന്നാണ് ഇത്രയും ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്. ഓണമായിട്ട് പോലും അവിടെ വെള്ളം എത്തിക്കാനായിട്ട് അനങ്ങാൻ പോലും അധികൃതർ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ്? അവരൊന്നും ഇവിടെ ജീവിക്കുന്നില്ല എന്നാണോ കരുതുന്നത്? ഗുഡ് മോർണിംഗ് സുജിയ. ഗുരുതരമായ പ്രതിസന്ധിയാണ് ഈ പ്രദേശത്ത്. ഇന്നലെ നമ്മൾ രാവിലെ പിണക്കോട്ടുകോണം എന്ന് പറയുന്ന പ്രദേശത്ത് വന്നു. അവിടെ ഏതാണ്ട് 100-ലധികം വീടുകൾ ഒരു ചെറിയ സ്ഥലത്ത് മാത്രം വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നു. ഈ ചെമ്പഴന്തി വാർഡാണിത്. ചെമ്പഴന്തി വാർഡിൽ ആകെ ഏതാണ്ട് 500-ലധികം വീടുകളിൽ ഈ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ട് എന്ന് തന്നെയാണ്. ഇന്നലെയാണെങ്കിൽ ഒരു ടാങ്ക് വെള്ളം പോലും എത്തിക്കാൻ ഇവിടെ കോർപ്പറേഷനോ അതല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയോ തയ്യാറായില്ല. വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന സ്ഥിതിയില്ല. പലതവണ ഇവർ ഓഫീസിൽ പോയി കുത്തിയിരുന്നു, നേരിട്ട് പരാതി കൊടുത്തു, ഒരു രക്ഷയുമില്ല. ഇവിടെയാണെങ്കിൽ പാവങ്ങളുടെ വീടുകളാണ് ഒരുപാട് കൂടുതലുള്ളത്. ലക്ഷം വീട്, ഉന്നതി അടക്കം. നമുക്ക് ഈ കാഴ്ച ഒന്ന് കാണാം സുജയ. ഇതിലിപ്പം ഈ വീട്ടുകാർക്ക് കാഴ്ച വസ്തുവായി മാറി എന്നുള്ളതാണ്. ഇങ്ങനെ തിരിക്കാന്നല്ലാതെ ഇതിലിപ്പോൾ വെള്ളം വന്നിട്ട് ഒരുപാട് ദിവസമായി, 14 ദിവസങ്ങാനുമായി ഇവിടെ ഇപ്പോൾ തീരെ വെള്ളം വന്നിട്ടില്ല. മാത്രമല്ല ഈ ഭാഗത്തെ കുടിവെള്ള വിതരണം റേഷൻ പോലെയാണ്. റേഷൻ ഷാപ്പാണെങ്കിൽ എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കും. ഇത് ഞായറാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമാണ് ഈ നാട്ടിൽ വെള്ളം കൊടുക്കുന്നത്. നമുക്ക് ക്യാമറ എങ്ങോട്ടേക്ക് തിരിച്ചാൽ കാണാം. നമ്മൾ വരുന്നെന്നറിഞ്ഞ് ആളുകൾ കൂടുകയാണ് ഇവിടെ എല്ലാവരും. കാരണം ഇവർക്ക് ഒരു തുള്ളി വെള്ളമില്ല എന്ന് പറഞ്ഞാൽ അതിശയമല്ല. ഒരു തുള്ളി വെള്ളമില്ല. ഇവിടെ അപൂർവം ചില വീടുകളുണ്ട്, അതിലെ കിണറുണ്ട്. ആ കിണറിലെ വെള്ളവും വറ്റി തുടങ്ങി. ആ വീടുകളിൽ നിന്നൊക്കെ വെള്ളം കളക്ട് ചെയ്തുകൊണ്ടാണ് ഇവർ ഒപ്പിക്കുന്നത്. ഇവർക്ക് പണം കൊടുത്ത് വെള്ളം വാങ്ങാനുള്ള ഒരു ഗതിയുമില്ല. ഓണായിട്ട് വെള്ളം കിട്ടിയോ? എങ്ങനെയാ ഒപ്പിച്ച കാര്യങ്ങൾ? കിണറുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കിണറുണ്ടോ? അതിൽ വെള്ളമുണ്ടോ? വെള്ളം കുറവ് എന്നെങ്കിലും ഉണ്ട്, കിട്ടും. ആ കിണറിനാണോ ബാക്കിയുള്ളവരും കൂടി വന്നെടുക്കുന്നത്? ചിലരെ കാര്യം ഇല്ലാത്തവര് എല്ലാവർക്കും ഇവിടെ തിരിച്ചൊക്കെ കിണറുകളുണ്ട്. കിണറുണ്ടോ? നിങ്ങൾക്ക് കിണറുണ്ടോ? ഉണ്ട്. ആ കിണറിൽ വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇല്ല. ബാക്കി കിണറില്ലാത്തവർ ഇപ്പം എന്താ ചെയ്യുന്നത്? വെള്ളമെടുത്തുനിന്ന് വരും. കിണറുണ്ടോ നിങ്ങൾക്ക്? പൈപ്പാണ്, അതിൽ വെള്ളം ഇല്ലാതെ പിന്നെ എന്തിരി ചെയ്യും? വിഷമിക്കുകയാണ്. ആ ബുദ്ധിമുട്ടാണ് വെള്ളം ഇല്ലാതെ. ഇന്നലെ എന്താക്കി? ഇന്നലെ ഓണല്ലേ? ഓണത്തിന് എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും വെള്ളം ഇല്ലാതെ എന്തെങ്കിലും എവിടുന്നാ വെള്ളം എടുക്കുന്നത്? ഇപ്പോൾ വെള്ളം അങ്ങ് താഴെ അവർ സഹായിക്കത്തില്ല. വന്ന് വെള്ളമൊക്കെ തൊട്ടി കിണറിനടുത്ത് തരും. പിന്നെ ഇപ്പം നിങ്ങളെപ്പോലെ കിണറില്ലാത്തവരായിരിക്കും കൂടുതൽ ഉണ്ടാവും തന്നെ. ഈ വാട്ടർ അതോറിറ്റിക്കാരോട് പറയുമ്പോൾ എന്താ പറയുന്നത്? ഇന്നലെ വിളിച്ചപ്പോൾ അവരെ എടുത്തില്ലായിരുന്നു. മെനങ്ങാന്നും വിളിച്ചപ്പോൾ എടുത്തില്ലായിരുന്നു. പക്ഷെ ബില്ല് കൃത്യമായിട്ട് വരും അല്ലേ? ബില്ല് കൃത്യമായിട്ട് വരും. പൈപ്പിൽ വെള്ളം വരില്ല, കാറ്റ് വരും, പക്ഷെ ബില്ല് വരും. സുജിയ കേട്ടല്ലോ അല്ലേ? കാറ്റാണ് വരിക, പക്ഷെ ബില്ലിനൊരു കുറവില്ല. ബില്ല് അതുപോലെ തന്നെ വരുന്നുണ്ട്. എന്താ അവസ്ഥ? എന്താ? കിണറുള്ളതുകൊണ്ട് സമ്പന്നമായി ജീവിക്കുന്നു. സുജിയ കേട്ടില്ല? കാറ്റിനും ബില്ലൊക്കെ കൊടുക്കണമെന്ന് ചോദിക്കായിരുന്നു. കാറ്റിനും ബില്ലാണ്. കിണറുണ്ടോ വീട്ടില്? ഉണ്ട്. നിങ്ങൾക്ക് കിണറുണ്ടോ? കിണറുണ്ട്. എന്നാലും കിണറില്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണല്ലോ. കിണറ്റ് വെള്ളമുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ഈ കിണറില്ലാത്തവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. കിണറില്ലാത്തവരെന്താ ചെയ്യുന്നത്? വേറെ ആരെയല്ലേ കിണറില്ലാത്തവർ? ഇത് കൂട്ടത്തിൽ കിണറില്ല. എങ്ങനെ ഒപ്പിക്കുന്നത്? ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെയാണ് വെള്ളം എടുക്കുന്നത്. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഒരുപാട് ദിവസം കൊണ്ട് വെള്ളം ഇല്ല. തീരെ വെള്ളം വരാതെ ഇപ്പൊ എത്ര ദിവസം? 2 ആഴ്ച വരെ വെള്ളം ഇല്ല. ഇല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് വരിക? വ്യാഴവും ഞായറും. കേട്ടല്ലോ സുജിയ, റേഷനാണ്. റേഷൻ അവരുടെ കനിവ് തേടണം. അതായത് ഞായറാഴ്ചയും വ്യാഴാഴ്ചയും മാത്രം വെള്ളം കൊടുക്കും. ഈ ഉദ്യോഗസ്ഥരിലൊരു പ്രശ്നമുണ്ട് സുജയ. നമ്മൾ നേരത്തെ സുജയ വായിച്ചതിലുണ്ടായിരുന്നു. ഈ ഗാന്ധിപുരം എന്ന് പറയുന്ന പ്രദേശമൊക്കെ ഇതിൻ്റെ തൊട്ടടുത്താണ്. ഈ പുല്ലാനിവിള, പിണക്കോട്ടുകോണം, മേലന്നൂർ ഈ പറയുന്ന ഭാഗങ്ങളിലാണ് തീരെ വെള്ളമില്ലാത്തത്. ഗാന്ധിപുരം മേഖലയിൽ ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്, ഒരുപാട് വിഐപികളുടെ വീടുണ്ട്. അവിടേക്ക് 24 മണിക്കൂറും അതിശക്തമായ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ അധികൃതർ. ഒരുപക്ഷെ പാവങ്ങളായതുകൊണ്ടായിരിക്കണം ഇവർക്ക് പ്രതിഷേധിക്കാൻ പറ്റുന്നില്ല. വലിയ ശബ്ദമില്ലാത്തവരാണ്, മറ്റ് വലിയ സ്വാധീനം എവിടെയുമില്ല. പക്ഷേ ഈ സംവിധാനം, വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം വിവേചനത്തോടെയാണ് ആളുകളെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളുണ്ട്. കയ്യിലിതാ വലിയ പരാതിയൊക്കെ ഉണ്ട് സുജയ. 10-35 പേർ ഒപ്പിട്ട വലിയ പരാതി പലതവണ കൊടുത്തതാണ്. ഒരു ഗതിയുമില്ല. എന്താ ഇനിയും ഉദ്ദേശം? എന്താ നിങ്ങളുടെ? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾ പരമാവധി
പരമാവധി വാട്ടർ അതോറിറ്റിയിലും വാട്ടർ അതോറിറ്റി അധികൃതർക്കും നമ്മൾ പോയി നേരിട്ട് സംസാരിക്കുകയും പലതവണ അവരുടെ സംസാരിച്ചു. ഞങ്ങളെ കരഞ്ഞു വരെ വിളിച്ച് അവരുടെ പറഞ്ഞു ഇവിടുത്തെ ആൾക്കാരുടെ ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അവരെല്ലാം ബോധ്യപ്പെടുത്തിയതാണ്. എന്നിട്ട് അവർ ഒരു നടപടിയില്ല. കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പേ AE വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഈ സ്ഥലം പോലും ശരിക്കും പരിചയമില്ലെന്നാണ് പറഞ്ഞത്. അപ്പുറത്ത് പ്രേമാനന്ദൻ എന്ന് പറഞ്ഞ ആൾ വിളിച്ചപ്പോൾ പറഞ്ഞ് ശരി ഞാൻ പരിശോധിക്കാം, ആൾക്കാരോട് അവിടെ ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് മറുപടി പറയാമെന്ന്. പക്ഷേ ഇവിടെ വെള്ളം ഞായറും വ്യാഴാഴ്ചയും വെള്ളം തുറക്കും. നമ്മൾ അന്ന് വാർത്ത കൊടുത്ത് വെള്ളം വന്ന പ്രദേശം പിണക്കോട്ടുകോണാണ്. സുജയ്ക്ക് ഓർമ്മയുണ്ടോ സുജയ? അന്ന് ദിവസം വൈകുന്നേരം നമ്മൾ തന്നെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ വാർത്തയിൽ അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. അന്ന് അവർക്ക് യഥാർത്ഥത്തിൽ നാണക്കേടായി. വാർത്ത വന്ന് നാണക്കേടായതുകൊണ്ട് അവർക്കൊരു പുതിയ ലൈൻ ഇട്ട് കൊടുത്തു. ആ ഭാഗത്ത് ഇപ്പോൾ വെള്ളമുണ്ട്. അതിൻ്റെ അർത്ഥം സുജയ ഇവർ വിചാരിച്ചാൽ നടക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവർ വിചാരിക്കുന്നില്ല. എന്താ ചെയ്യുക? ഈ ബുദ്ധിമുട്ട് എങ്ങനെ പരിഹരിക്കുമെന്ന് പറ. ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചെങ്കിലല്ലേ പറ്റൂ. ഞങ്ങളുടെ സാധാരണക്കാർ എന്ത് ചെയ്യും? എവിടെ പോകും? അതിനൊരു പരിഹാരം നിങ്ങൾ ഇത്തരം കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ചില വിഷയങ്ങളിൽ ആദ്യം കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയക്കാരെയാണ്, അല്ലെങ്കിൽ മന്ത്രിമാരെയാണ്, അല്ലെങ്കിൽ മറ്റ് ഭരണതലത്തിലുള്ളവരെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർമാർക്കും ഓവർസിയർമാർക്കുമാണ് എന്ന കാര്യം 100% ഉറപ്പാണ് സുജിയ. ഇത് ഗുരുതരമായ ഉദ്യോഗസ്ഥ വീഴ്ചയാണ്. പക്ഷേ അതിനെ നേരെ നടത്തിക്കാൻ നമ്മളെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർക്ക് കഴിയുന്നില്ലേ എന്ന് നമുക്ക് സംശയമുണ്ട് ഇപ്പോൾ ഇക്കാര്യത്തിൽ. അതായത് ഒരു പ്രദേശത്ത് തന്നെ വിവേചനത്തോടെ വെള്ളം വിതരണം ചെയ്യുക, ഒരാഴ്ചയിൽ 2 ദിവസം മാത്രം കൊടുക്കുക, ആ 2 ദിവസം തന്നെ കിട്ടാതിരിക്കുക, തിരുവോണ ദിവസം പോലും വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം, ഒരു പ്രദേശത്തെ മനുഷ്യരുടെ ദൈന്യതയാണ് നമ്മൾ കാണുന്നത് സുജിയ. തീർച്ചയായും അതിനൊരു പരിഹാരം ഉണ്ടാകണം. നമ്മൾ ആ വിഷയത്തിൽ അതുകൊണ്ടാണ് പ്രസാദ് അവിടെ നേരിട്ടെത്തി അവരുടെ വാക്കുകൾ അധികൃതരിലേക്ക് കേൾപ്പിക്കുകയായിരുന്നു. പിണക്കോട്ടുകോണം, മേനല്ലൂർ മേഖലകളിൽ കുടിവെള്ളം എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.